Today is March 23rd and 2026, and I am here inside my house. This is my house, you all know. And some bastards are here, Goondas actually, Mohan Singh and one Somarajan. Today ഇന്ന് സന്ധ്യയ്ക്ക് നമ്മുടെ ദീപാരാധന സമയത്ത് നമ്മൾ ഗുരുമന്ദിരത്തിലേക്ക് പോയപ്പോഴത്തേന് ഭയങ്കര, ഞാൻ ശീലമാമനോട് വളരെ കാര്യമായിട്ട് നമ്മുടെ ഇവൻ ചീത്ത വിളിക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ പറയുകയായിരുന്നു. സുബ്രഹ്മണ്യൻ അവൻ നിരന്തരം നമ്മളെ ചീത്ത വിളിക്കുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്തുമാത്രം ചീത്തയാണ് വിളിക്കുന്നതെന്നും എന്തെല്ലാം പറയുന്നതെന്നെല്ലാം നമ്മൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഇവന്മാർ ഇവിടെ പറയാൻ പറ്റത്തില്ല, ഇറങ്ങുമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇവിടെ നമ്മുടെ ഗുരുമന്ദിരത്തിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ തീർത്ത സ്ഥലമാണ്. ഇഷ്ടംപോലെ പല പ്രശ്നങ്ങളും തീർത്തിടമാണ്. ഇവന്മാർക്ക് പറയാൻ യാതൊരു അവകാശവും ഇല്ല ഇറങ്ങുന്നൊന്നും. അങ്ങനെ അതുപോലെ അവിടെ ഒരു നങ്കളി എന്ന് പറയുന്ന ഒരുത്തൻ്റെ മകനാണ്, പത്മൻ എന്നാണ് അവൻ്റെ പേര്. അവനാണ് പൂജ ചെയ്യാൻ വരുന്നത്. അവനും ഭയങ്കര രോഗമാണ്. 3-4 ദിവസം കൊണ്ട് അവനങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവൻ നമ്മളോട് എന്താണ് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ സ്വിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പല ഓർഡറുകളാണ് അവന്. ഓരോരോ ദിവസം അവന് ഓരോരോ ഓർഡറുകളാണ്. അവൻ്റെ എന്തൊക്കെയോ ചൊരുക്കാണ് അവനങ്ങ് അഭിനയിക്കണമെന്ന് ഇവിടെ കയറി അവൻ ഇവിടുത്തെ ആരാണ്ടൊക്കെയാണെന്ന് അഭിനയിക്കണം. പിന്നെ അങ്ങനെയൊക്കെ പല വേലകളാണ് ഇവന്മാർക്ക്. ഇവന്മാർ ആരൊക്കെയോ ആണെന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കണം, എന്നിട്ട് നമ്മുടെ ആരൊക്കെയോ ആണെന്ന് അഭിനയിക്കണം, നമ്മുടെ സ്വത്തും മുതലൊക്കെ അടിച്ചു മാറ്റണം. പിന്നെ ലോകത്ത് ആദ്യമായിട്ടാണ് ഞാനാണ് ഡിവോഴ്സ് ചെയ്ത ആദ്യത്തെ വനിത, അതുകൊണ്ട് ഞാൻ ഭർത്താവിനെ കുളഞ്ഞതുകൊണ്ട് ഞാൻ വ്യഭിചാരിയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവൻ പറയുന്നത്. സോമരാജൻ ഈ ഭാഷയാണ് അവൻ യൂസ് ചെയ്യുന്നത്. ഇവൻ ഈ പറയുന്നതൊന്നും ചീത്തയല്ല. അപ്പോൾ ഞാനാണ് ദീപാ എസ് പണിക്കറാണ് ആദ്യത്തെ വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കല്യാണം കഴിച്ച ആദ്യത്തെ ആളാണ് ഞാൻ ഡിവോഴ്സ് ചെയ്തത്. അപ്പം ഭർത്താവിനെ കളഞ്ഞവൾ വ്യഭിചാരി എന്നാണ് സോമരാജൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇവൻ്റെ സംസാരങ്ങളൊക്കെയാണ്. പിന്നെ ഇവൻ്റെ മോഹൻ സിംഗ് എന്ന് പറയുന്നവൻ്റെ ഭാര്യ എന്ത് ചെയ്യുന്നു നിങ്ങൾ തിരക്കണം വന്ന്. ഇവൻ്റെ ഭാര്യ, നിൻ്റെ ഭാര്യ എന്ത് ചെയ്യടാ, എവിടെ പോയടാ? അപ്പോൾ ഇങ്ങനെ കുറേ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ പാർട്ട്ണർ മുക്കും ഗുജർ ഇവിടെ വന്നാൽ ഇവിടെ കയറ്റത്തില്ല. ഇവൻ്റെ വീടാണോ ഇതെൻ്റെ വീടാണ്, എൻ്റെ പേരിലുള്ള എൻ്റെ വീട്. അങ്ങനെ ചിലവരൊക്കെ അങ്ങ് അഭിനയിക്കുകയാണ്. സൽപ്പകവല്ലി അതുപോലെ ഇന്ന് മന്ദിരത്തിൽ പോയിട്ട് ഇങ്ങോട്ട് വരിക, ഇങ്ങനെ വഴിയെ കൂടെ പോകുന്നതുകൊണ്ട് അഭിനയിക്കുക, ഇങ്ങോട്ട് കയറുന്ന പോലെയൊക്കെ അങ്ങ് അഭിനയിക്കാൻ നടക്കുക. ഇങ്ങനെ പല അഭിനയങ്ങളാണ് ഇവൾ മാറുന്നത്. എന്തോ അഭിനയമാണെന്ന് അറിയത്തില്ല. ഇത് നമ്മുടെ വീട്, ഇവളിങ്ങനെ വഴിയെ ഇങ്ങനെ പോകും, ഇവളുടെ വഴിയാണിത്, അല്ലാതെ വേറൊന്നുമല്ല. ഇവിടെ വഴിയെ പോകുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിൽ കയറാൻ പറ്റുമോ? ഇങ്ങനെ വഴിയെ ഇങ്ങനെ പോകും, നമ്മുടെ വീട്ടിലോട്ടങ്ങ് കയറാൻ പറ്റത്തില്ല. ഇങ്ങനെ അങ്ങ് അഭിനയിക്കുകയാണ്. പല രീതിയിലുള്ള കള്ള അഭിനയങ്ങൾ നടത്തുക. നമ്മുടെ വീട്ടിൽ ആണുങ്ങൾ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അഭിനയങ്ങൾ നടത്തുക. അങ്ങനെ പല അഭിനയങ്ങളാണ്. ഇവിടെ ഒന്നും ആരുമില്ല. ഇപ്പോൾ സമയമെന്ന് പറയുന്നത് 8:30 അങ്ങനെ പല രീതിയിലുള്ള അഭിനയങ്ങൾ, പല കാര്യങ്ങളാണ് ഇവന്മാർ ചെയ്യുന്നത്. നമ്മുടെ സ്വത്ത് മുതലൊന്നും ആർക്കും കൊടുക്കാനല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നുണ്ട്, ഇതൊന്നും ആർക്കും കൊടുക്കാനോ ഒന്നുമല്ല. ഇത് എൻ്റേതാണ്. പിന്നെ എൻ്റെ മകള് എനിക്കൊരു മകളുണ്ട്, അവൾക്ക് 10-40 ചില്ലറയൊക്കെ കഴിയുമ്പം ഞാൻ എൻ്റെ വസ്തു എനിക്ക് നോക്കാൻ പറ്റാതെ ആകുമ്പോൾ ഞാൻ കൊടുക്കും. മനസ്സിലായില്ലയോ? അപ്പോൾ അതുവരെ കൊടുക്കത്തില്ല. എൻ്റെ അമ്മയെ എനിക്ക് അങ്ങനെയാണ് തന്നത്. 40 വയസ്സ് ഞങ്ങളാരും ചോദിച്ചില്ല വസ്തു എന്തിയെ, ഞങ്ങൾക്ക് എഴുതിത്താന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്. എൻ്റെ അച്ഛൻ്റെ വസ്തുവാണിത്, എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയതാണിത്. ഇവന്മാരിങ്ങനെ കള്ളയൊപ്പും കയ്യൊപ്പും ഒക്കെ ഇട്ട് കുറേ നടത്തി എടുത്തതുണ്ട് ഇവന്മാർ. സോമരാജൻ എന്നൊക്കെ പറയുന്നവൻ തള്ളവിരൽ പതിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെതൊക്കെ ഇങ്ങനെ തട്ടിയെടുക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ നടക്കുകയൊന്നും ഇവിടെ ഒന്നും നടക്കത്തില്ല കേട്ടോ. ഇതെൻ്റെ വീടാണ്, ഇതെൻ്റെ മാത്രം വീടാണ്. എൻ്റെയും എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ കാലശേഷം അത് കഴിയുമ്പോൾ എനിക്കുള്ളതാണ് എല്ലാം എഴുതി വെച്ച് സെറ്റിൽമെൻറ്റ് ഡീഡിൽ കൂടെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ദീപാ എസ് പണിക്കർ എന്ന് പറയുന്നവർക്കുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. എനിക്ക് സൽപ്പകവല്ലി, പിന്നെ സുബ്രഹ്മണ്യൻ, സോമരാജൻ, മോഹൻ സിംഗ് ഇവരൊന്നും എൻ്റെ ആരുമല്ല. ഇവന്മാരൊന്നും എൻ്റെ ആരുമല്ല. മനസ്സിലായില്ലയോ? ഇവന്മാരുടെ കാര്യം നോക്കട്ടെ. ഇവന്മാരൊന്നും എൻ്റെ ആരുമല്ല. അങ്ങനെ ഭയങ്കര രോഗമായിട്ട് മാറിയിരിക്കുക ഇവന്മാർക്ക്, എന്തൊക്കെയോ രോഗങ്ങൾ. അപ്പം അങ്ങനെ എൻ്റെ വസ്തുവും വകയൊക്കെ തട്ടിയെടുക്കുന്ന രോഗം, അങ്ങനെ പല രോഗങ്ങളുമായിട്ട് നടക്കുകയാണ്. പിന്നെ ഗൂണ്ടാരാജാണ് ഇവന്മാർ. ഭയങ്കര ഗൂണ്ടായിസമാണ്. നാളെ എത്രയോ ആമ്പിള്ളാരെയും കൊണ്ടൊക്കെയാണ് വരുന്നതെന്ന് മന്ദിരത്തിൽ എന്തൊക്കെയോ അങ്ങ് വഹിച്ച് കളയും. അതുപോലെ 7 ദിവസത്തിനുള്ളിൽ എന്നെ നങ്കളി എന്ന് പറയുന്ന അയാളുടെ മകനായ പത്മനെന്നോ അങ്ങാണ്ട് അവൻ്റെ പേര്, അവനങ്ങ് വഹിക്കും. അവൻ ഇവിടെ കയറി അവന് അഭിനയിക്കാൻ പറ്റുന്നില്ല. അവൻ വന്നു കഴിഞ്ഞാൽ മന്ദിരത്തിനകത്ത് കയറി ഫോണും പിടിച്ച് ഇവൻ്റെ ഇരിപ്പാ ജോലി. ഇവന് സർവ്വസമയവും ഫോണും പിടിച്ചിരിക്കുകയാണ് ഈ മന്ദിരത്തിനകത്ത്
ഇതിനകത്ത് കയറിയിട്ട്. ഇവനെന്തോ എടുക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇവനിങ്ങനെ ഫോണും പിടിച്ചിരിക്കുക. ഇവിടെ ഒന്നും ആരുമില്ല, നിങ്ങൾക്ക് കാണാം. ഞാനും എൻ്റെ അമ്മയും അല്ലാതെ ഇവിടെ ഒന്നും ആരുമില്ല. ഇതിനകത്തൊക്കെ ഓരോ അവന്മാരെ ഇങ്ങനെ കയറ്റി വെച്ചുകൊണ്ട് ഇരിപ്പാ ഇവന്മാരുടെ ജോലി. രണ്ട് ഇതിനകത്ത് ഇവൻ എന്തോ വീരേന്ദ്ര സിംഗ് എന്ന് പറയുന്നവൻ്റെ വീടിനകത്തൊക്കെ ഇതുപോലെ അത് നമ്മൾ കാണാതിരിക്കാൻ ഇങ്ങനെ വലിയ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുക. ഇങ്ങനെ ഇതിനകത്ത് എന്തോ നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്തൊക്കെ പരിപാടികളാണ് നടക്കുന്നതെന്ന് നമുക്കൊന്നും അറിയത്തില്ല. ഇതിനകത്തും അതുപോലെ നമുക്കൊന്നും കാണാൻ പറ്റത്തോളം അതിനകത്തും ആണുങ്ങളൊക്കെ വരും. എന്നിട്ട് ഇവിടെ വരുന്നെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അഭിനയം. നമ്മുടെ വീട്ടിൽ കാറും ഒന്നുമില്ല, വണ്ടിയും കാറും ഒന്നുമില്ല, നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒന്നും ഒരവനും വരത്തുമില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഭയങ്കര നമ്മളെക്കുറിച്ച് കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കുക, നമ്മുടെ സ്വത്തും മുതലുമൊക്കെ തട്ടിയെടുക്കാൻ നോക്കുക. പല പല വേലകളാണ് ഇവന്മാർക്ക്. എൻ്റെ സ്വത്തും മുതലൊന്നും കൊടുക്കാനില്ല. അപ്പോൾ ഈ പത്മൻ എന്ന് പറയുന്നവന്, നങ്കളിയുടെ മകനായ പത്മൻ, അവനും നമ്മുടെ ആരണ്ടൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് അഭിനയിക്കണം. അവനിങ്ങനെ വന്ന് 24 മണിക്കൂർ ആ മന്ദിരത്തിനകത്ത് ഫോണും. ഇപ്പം രാത്രിയിൽ ഇവിടെ കുറേ ദിവസമൊക്കെ ഇവിടെ ആയിരുന്നു കിടക്കുന്നത്. ഇന്ന് എന്തുവാണെന്ന് അറിയത്തില്ല, ഇവിടെ കിടപ്പുണ്ടോ ഇല്ലയൊന്നും അറിയത്തില്ല. ഇവനിങ്ങനെ കിടക്കുക. എന്നിട്ട് നമ്മൾ മന്ദിരത്തിലോട്ട് പോകുന്നതെന്നൊക്കെയാണ് കഥ. നമ്മൾ മന്ദിരത്തിൽ പോയി അവൻ്റെ കൂടെ കിടക്കുന്നു. ഇങ്ങനെയൊക്കെ അവന്മാർ കഥകളുണ്ടാക്കുക. ഇങ്ങനെ പല പല കഥകൾ. അതുപോലെ കുട്ട സുബ്രഹ്മണ്യൻ ഇവിടുത്തെ ആരാണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കഥകളുണ്ടാക്കല ജോലി. അവൻ്റെ മോനെ ഞാൻ ഭർത്താവാക്കി വെച്ചു. ഇങ്ങനെയൊക്കെയുള്ള പല കള്ളക്കഥകളും ഉണ്ടാക്കുക. ഇതെല്ലാം ഇവന്മാരുടെ ജോലി. ഇവന്മാർക്ക് വേറെ എന്താ ഇങ്ങനത്തെ തേർഡ് റേറ്റ് കഥകളുടെ ആളുകളാണ് ഇവന്മാർ. പെണ്ണുങ്ങളെ വെച്ച് തേർഡ് റേറ്റ് കഥകൾ. പണ്ട് എന്തോ പന്തളം കോളേജിൽ ഒരു പെണ്ണിനെ കുറിച്ച് കേട്ടിട്ടില്ലയോ? അതുപോലെ ഇങ്ങനെ സാറുമാരെല്ലാം കൂടെ അങ്ങനെയൊക്കെയുള്ള കഥകൾ ഉണ്ടാക്കല ഇവന്മാരുടെ ജോലി. വാണിഭ കഥകൾ ഉണ്ടാക്കി നടക്കല ജോലി. അങ്ങനെ കാശ് വാങ്ങി ഇതൊക്കെയാണ് ജോലി ഇവന്മാർ. വാണിഭ കഥയൊന്നും ഇവിടെ വേണ്ട. അപ്പം ഇന്ന് മാർച്ച് 23, ഇപ്പോൾ 8:34. ഓക്കെ, ഞാനും എൻ്റെ അമ്മയും അല്ലാതെ ഇവിടെ ഒന്നും ആരുമില്ല. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മയും ഞാനും മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാനും എൻ്റെ അമ്മയുമായ VK രത്നമ്മ എന്ന് പറയുന്ന ആളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് എൻ്റെ അച്ഛൻ. ഈ അച്ഛൻ്റെ ഭാര്യയായ എൻ്റെ അമ്മയായ VK രത്നമ്മ ഇവിടെ ഉള്ളത്. അല്ലാതെ കണ്ടവിടും ആരൊന്നുമല്ല കേട്ടോ. ഇതാണ് എൻ്റെ അച്ഛൻ. കണ്ടല്ലോ, ഇതെല്ലാം ഒരു വീടാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഒരു വീടാണ്. മനസ്സിലായോ? അപ്പന്മാരങ്ങ് വേറെ വല്ലടമൊക്കെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അഭിനയം പല ഇതൊക്കെ ക്യാമറ ഓഫ് ചെയ്യുക, പല പല രോഗങ്ങളാണ്. മനസ്സിലായില്ലയോ? ഉണ്ട്. ഇതാണ് എൻ്റെ വീട്. ഇവിടെ ഒന്നും ഒരവനും വരുന്നില്ല. ഇവിടെ ഒന്നും ഒരവനെയും വെട്ടി കയറ്റത്തുമില്ല.